തിരുവത്താഴത്തെ വികലമായി ചിത്രീകരിച്ചതിൽ ഖേദം രേഖപ്പെടുത്തി ടൈംസ് ഓഫ് ഇന്ത്യ. 2026 മെയ് 15 ദി ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ അടിച്ചുവന്ന വാർത്തയിലാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ തിരുവത്താഴത്തെ വികലമായി ചിത്രീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ കിരീടം ഉറപ്പിച്ചു സതീശൻ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പുതിയ അധികാര മത്സരത്തെ നേരിടുന്നുവെന്ന തലക്കെട്ടോടെയാണ് അന്ത്യത്താഴ് ചിത്രത്തിൽ ക്രിസ്തുവിനും ശിഷ്യർക്കും പകരം കോൺഗ്രസ് നേതാക്കളെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് പത്രവാർത്ത പുറത്തുവിട്ടത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചുകൊണ്ട് മതങ്ങളുടെ വിശ്വാസ സംഹിതയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക സഭയിലെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശദീകരണ കുറിപ്പുമായി പത്രം രംഗത്ത് വന്നിരിക്കുന്നത്. 2026 മെയ് 15 ദി ടൈംസ് ഓഫ് ഇന്ത്യ പതിപ്പിൽ സംസ്ഥാനത്തെ UDF നേതൃത്വത്തിനുള്ളിലെ സമവാക്യങ്ങൾ ചിത്രീകരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ കിരീടം ഉറപ്പിച്ചുവെന്ന തലക്കെട്ടിലുള്ള വാർത്താ റിപ്പോർട്ടിനൊപ്പം ഒരു ചിത്രീകരണം ഉൾപ്പെടുത്തിയിരുന്നു. പ്രസ്തുത ചിത്രീകരണത്തെക്കുറിച്ച് പല തുറകളിൽ നിന്നും ആശങ്കകൾ ഉയർന്നിരുന്നു. മതവികാരത്തെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും പ്രസ്തുത വാർത്ത ആർക്കെങ്കിലും മുറിവിന് കാരണമായെങ്കിൽ ആത്മാർത്ഥമായ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമായിരുന്നു പത്രത്തിന്റെ വിശദീകരണ കുറിപ്പ്. നാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.